PM ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ മുടന്തൻ തീരുമാനങ്ങൾക്ക് തിരിച്ചടി. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നും ഇതിനായി വിദ്യാഭ്യാസ നയം മാറ്റേണ്ടി വരില്ല എന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട്. SSK ഫണ്ട് സംസ്ഥാനത്തിന് അനിവാര്യമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇടത് മുടന്തൻ നയങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. വലത് സർക്കാർ അധികാരത്തിലേറിയപ്പോൾ എന്തുകൊണ്ടോ ഈ PM ശ്രീയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഒപ്പം ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി ഗൗതം, ഗുഡ് മോർണിംഗ്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു U-ടേൺ LDFന്റെ നിലപാടിൽ നിന്ന് UDF എടുത്തിരിക്കുകയാണ്. കാരണം അവർ അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷമൊക്കെയുള്ള ചർച്ചകൾക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു എന്താണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട UDF സർക്കാരിന്റെ നിലപാടെന്നുള്ളത്. അപ്പോൾ പദ്ധതിയുമായി വിശദമായി പഠിക്കട്ടെ, അതിനുശേഷം അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ആസിഫ് K യൂസഫ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുകയാണ്. ഇത് ഇനിയിപ്പോൾ അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്, വരുന്ന മന്ത്രിസഭാ യോഗങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല. അതിൽ പ്രധാനമായും ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അതിൽ വലിയ കാര്യമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്കറിയാം, രാജ്യത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളവും തമിഴ്നാടുമാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ മാറി നിന്നത്. കേരളം പിന്നീട് ഒപ്പുവെക്കുകയും ചെയ്തു. അന്നത്തെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ ആയിരുന്ന K വാസുകിയാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒപ്പുവയ്ക്കൽ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് LDFിനുള്ളിൽ നിന്നുള്ള നിലപാട് മാറ്റങ്ങൾ CPI അടക്കമുള്ളവർ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയും കിട്ടിയ ഫണ്ട് അടക്കം ലാപ്സാക്കി കളയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയത്. അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ പഠനമായിരുന്നു. ആ പഠനം പൂർത്തീകരിച്ച് അന്തിമമായ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് എത്തിയിട്ടുമുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് SSK പ്രദാനം ചെയ്തുകൊണ്ട് നിരവധി ഫണ്ടുകൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ ഫണ്ടുകൾ ഒന്നും തന്നെ ലാപ്സാക്കി കളയാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അതിൽ യാതൊരു രീതിയിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വിദ്യാഭ്യാസ നയം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ മന്ത്രിയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് അത് ആസിഫ് K യൂസഫ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയത്. ഇനിയിപ്പോൾ അത് ഔദ്യോഗികമായി ചർച്ച ചെയ്യും. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിൽ വിശദമായി പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ കോടികളുടെ ധനസഹായമാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെയൊക്കെ കാലത്ത് അത് വേണ്ട എന്ന് വെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വർഷങ്ങളുടെയും പ്രതിഷേധങ്ങളും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം അവസാനത്തോടുകൂടി 2025 ഒക്ടോബർ മാസത്തിലാണ് ഈ പദ്ധതി ഔദ്യോഗികമായി സൈൻ ചെയ്തത് ഇടത് സർക്കാർ. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ആ പദ്ധതിയിൽ നിന്നുള്ള പിന്നോട്ട് വലിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ UDF സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള അധ്യാപക സംഘടനകളും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിൽ നിന്ന് രാഷ്ട്രീയം കളിക്കാതെ UDF സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. അടിയന്തരമായി തന്നെ പദ്ധതി നടപ്പിലാക്കണം. വേഗം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കോടികൾ അല്ലെങ്കിൽ ധനസഹായം വിദ്യാർത്ഥികളുടെ ക്ഷേമ പദ്ധതികൾക്കും ഒപ്പം തന്നെ ഉന്നമനത്തിനുമായി വാങ്ങിയെടുക്കണം, അത് വിനിയോഗിക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ദേശീയ അധ്യാപക പരിഷത്ത് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും റിപ്പോർട്ട് എത്തിയിരിക്കുന്നു. അന്തിമ തീരുമാനം ഇനി വരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം അറിയാൻ സാധിക്കും. അശ്വതി, ഗൗതം. ഓക്കെ ശാലിനി, എന്തായാലും PM ശ്രീ പദ്ധതി എന്താണ് എന്ന്, ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ള കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇതിനെതിരെ കുപ്രചരണം നടത്തിയ ആളുകൾ തന്നെ ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്തായാലും പദ്ധതി നടപ്പായാൽ മതി, അല്ലേ? തീർച്ചയായും അതാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല സുരക്ഷിതമായ സ്കൂൾ സാഹചര്യം, കൂടുതൽ അത്യാധുനിക ടെക്നോളജി, അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം. അതിന് PM ശ്രീ അനിവാര്യം തന്നെയാണ്. എന്തായാലും അത് നടത്താൻ പോകുന്നു. അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയുന്നത് പ്രതീക്ഷാജനകമായ കാര്യം തന്നെയാണ്. ശാലിനിയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്